ആദരണീയനായ പ്രിൻസിപ്പൽ ഡേവിഡ് സർ, നമ്മുടെ ഇന്നത്തെ പ്രധാന ആകർഷണമായ സാന്താക്ലോസ്, പ്രിയപ്പെട്ട ലിഷ ടീച്ചർ, ചെയർപേഴ്സൺ, ബഹുമാന്യരായ അധ്യാപകരെ, സഹപ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ക്രിസ്മസിന്റെ ഒരു ഓർമ്മയാണ് നാം ഈ കാലയളവിൽ നിർവഹിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ മനസ്സിൽ ചില ചിന്തകൾ ഉണരണം. എൻ്റെ മനസ്സിൽ ഇന്നലെ ഒരു ചിന്ത ഉണർന്നു. ഫ്രഷാണ് കേട്ടോ. അത് ഉണരാൻ കാരണം ഞാനൊരു വാർത്ത കേട്ടു അല്ലെങ്കിൽ കണ്ടു. അത് ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറയുകയാണ്, ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. മനോഹരമായ ഒരു ക്രിസ്മസ് ട്രീ മദ്യക്കുപ്പികൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾ കണ്ടോ? അത് പച്ച നിറത്തിലുള്ള ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ അടുക്കി വെച്ച് അതിമനോഹരമായ ഒരു ക്രിസ്മസ് ട്രീ. അത് ഈ പരിസരത്താണെന്നാണ് വാർത്തയിൽ പറയുന്നത്. ഈ പരിസരത്താണ് അങ്ങനെ ഉണ്ടാക്കിയത്. കണ്ടവർക്ക് മനസ്സിലായി കാണും, അത് മനോഹരമാണ് കാണാൻ. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ മറ്റൊരു രംഗം ഓർമ്മ വന്നു. ഒരു മനോഹരമായ ബാറിന്റെ മുൻപിൽ അതിലും മനോഹരമായ ഒരു സ്റ്റാർ തൂക്കിയിട്ടുണ്ട്. ക്രിസ്മസിന്റെ ഓർമ്മ പുതുക്കാനായിട്ട് ബാറിന്റെ മുൻപിലും സ്റ്റാർ ഉയർന്നു. വേറെ ഒരു രംഗം ഞാൻ ഓർക്കുന്നത്, ഒരു ജ്വല്ലറിയിൽ പുൽക്കൂട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട് സ്വർണം കൊണ്ട്. എത്രയോ കിലോ സ്വർണം അതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, ഇത് കഴിഞ്ഞാൽ അത് അഴിച്ചെടുത്ത് വിൽക്കാനുള്ള ആഭരണങ്ങളൊക്കെയാണ് അത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും ലളിതമായിരിക്കണം ദൈവപുത്രന്റെ ജനനമെന്ന് ആഗ്രഹിച്ച ആ രംഗവും അതേ പുൽക്കൂട് തന്നെ കോടികൾ വിലമതിക്കുന്ന വിധത്തിൽ സംവിധാനം ചെയ്തതും തമ്മിൽ ഒരു അന്തരമുള്ളതായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതിമനോഹരമായ ക്രിസ്മസ് ട്രീ ഒരുക്കുമ്പോൾ ആ ചിന്ത സംവിധാനം ചെയ്തവരുടെ മനസ്സിലുണ്ടായിരുന്ന ആശയങ്ങളും ഇപ്പോൾ ഒഴിഞ്ഞ മദ്യക്കുപ്പി കൊണ്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതും തമ്മിലുള്ള അന്തരം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ബാറിന്റെ മുമ്പിലെ സ്റ്റാറും എനിക്ക് എപ്പോഴും അരോചകമായി തോന്നാറുണ്ട്. കാരണം ഇതൊക്കെ വിളംബരം ചെയ്യുന്ന ഒരു സന്ദേശമുണ്ട്. അതിനർത്ഥം എന്താണോ ലക്ഷ്യമാക്കുന്നത് അതിൽ നിന്ന് വളരെ വിദൂരമായി കൊണ്ടിരിക്കുന്നു യാഥാർത്ഥ്യങ്ങൾ എന്നുള്ളതാണ്. ഇത് ക്രിസ്മസിന്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ. നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ കണ്ണു തുറന്നു നോക്കിയാൽ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, ഹൈന്ദവ സംസ്കാരത്തിൽ കലിയുഗം എന്നൊക്കെ പറയും, കലികാലം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നല്ലതിനെ ചീത്തയാണെന്ന് പറയും, ചീത്ത കാര്യങ്ങളെ നല്ലതെന്ന് പറയുന്ന ഒരവസ്ഥ. നിങ്ങൾ ആരെങ്കിലും നല്ല കുഞ്ഞുങ്ങളാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയും, നിങ്ങളാണ് ഈ ക്ലാസ്സിൽ ഏറ്റവും മോശം കുട്ടിയെന്ന്. അത് പറഞ്ഞങ്ങ് സ്ഥാപിക്കും. അപ്പൊ വിഷമിക്കണ്ട, ഈ കാലത്തിന്റെ പ്രത്യേകതയാണത്. നിങ്ങൾക്ക് ആശ്വസിക്കാനാകുമെങ്കിൽ ആശ്വസിച്ചോളൂ. ഈ കാലഘട്ടം എന്നെ അപഹസിക്കുന്നുണ്ടെങ്കിൽ, എന്റെ നന്മയെ പരിഗണിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ നന്മ ചെയ്യുന്നുണ്ട് എന്നാണ്. നിങ്ങൾ ബാലഗംഗാധര തിലകൻ എന്ന് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇംഗ്ലീഷുകാർ എന്നെ എത്രമാത്രം വെറുക്കുന്നുണ്ടോ അത്ര കണ്ട് ഞാൻ ഭാരതീയനായി എന്നർത്ഥം. എന്തേ കാരണം? ഭാരതത്തിന്റെ മക്കളെ അടിമത്വത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഇംഗ്ലീഷുകാർ ചില ഇന്ത്യക്കാരെയൊക്കെ ആദരിച്ചിട്ടുണ്ട്. അവരോട് ചേർന്ന് നിന്ന് ഈ അധീശത്വത്തെ പുകഴ്ത്തിയ ആളുകളെ.
എന്നാൽ അധീശത്വത്തിനെതിരെ പോരാടിയ തിലകനെ പോലെയുള്ള ആളുകൾക്ക് ഒരാദരവുമില്ലെന്ന് മാത്രമല്ല, അറിയാമല്ലോ, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ലക്ഷ്യബോധത്തോടെ ചിട്ടയായി നിഷ്ഠയായി പ്രവർത്തിക്കുന്ന ഇങ്ങനെയുള്ളവരെ ഇംഗ്ലീഷുകാർക്ക് ഭയമാണ്, വെറുപ്പാണ്. അവരെ കുറിച്ച് അനാദരവോടെ സംസാരിക്കുകയുള്ളൂ. ഇത് കേട്ടപ്പോഴാണ് തിലകൻ പറഞ്ഞത്, ഞാൻ വിജയിച്ചു. കാരണം ഭാരതാംബയുടെ മാനത്തിന് വേണ്ടി വില പറയുന്നവരെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാനുള്ള എന്റെ പരിശ്രമങ്ങൾ ഫലപ്രദമാകുന്നു എന്നർത്ഥം. ഇതുപോലെയാണ് ഈ കാലഘട്ടം എന്ന് ഓർക്കുക. നിങ്ങൾ നല്ലവരല്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം യഥാർത്ഥത്തിൽ നിങ്ങൾ നല്ലവരാണ്. നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ കൈക്കൂലി വാങ്ങാതെ ഇരുന്നാൽ നിങ്ങളെ കുറിച്ച് എങ്ങനെയെങ്കിലും നിങ്ങൾ കേസിപ്പെടുത്തും. കാരണം എല്ലാവരും ഇങ്ങനെ കൈക്കൂലി വാങ്ങുമ്പോൾ ഒരാൾ മാത്രം അത് ചെയ്യാതിരുന്നാൽ മറ്റുള്ളവർക്ക് അത് അരോചകമാണ്, അപകടമാണ്. അതുകൊണ്ട് ആ ആളെ ആ ഓഫീസിൽ നിന്ന് തുരത്തുവാനായി എന്തൊക്കെ സാധിക്കും അതൊക്കെ അവർ ചെയ്യും. ചിലപ്പോഴൊക്കെ ചില വാർത്ത വായിക്കുമ്പോൾ നാം വിചാരിക്കും, എന്ത് വൃത്തികെട്ട ആളുകളാണ് ഇവരെ, കൈക്കൂലി വാങ്ങി പിടിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഉള്ളറകൾ പരിശോധിക്കുമ്പോൾ അറിയാം, ജീവിതത്തിൽ ഒരിക്കലും കൈക്കൂലി വാങ്ങാത്ത ആളുകൾ അവരെ പെടുത്തുകയാണ്, അവർ പെട്ടുപോകുകയാണ് ചിലരുടെ നിഗൂഢമായ പ്രവർത്തനങ്ങൾക്ക് വശംവദരായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ക്രിസ്മസിന്റെ നന്മ എന്താണെന്ന് സമൂഹത്തിനെ മനസ്സിലാക്കാവുന്ന ഒരു സാധ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ചിന്തയിലേക്കാണ്. അതോർക്കുക, ജീവിതത്തിൽ ഇതുപോലുള്ള ചില അനുഭവങ്ങളുണ്ട്. ആഗ്രഹിക്കുന്നതിനെതിരായി കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരു സമൂഹം, അതാണ് നാം ഇന്ന് ജീവിക്കുന്ന സമൂഹമെന്ന് ആ യാഥാർത്ഥ്യം തിരിച്ചറിയുക. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നന്മ ചെയ്തതുകൊണ്ട് നിരാശ വരില്ല. ആരും അംഗീകരിക്കാൻ വേണ്ടിയല്ലല്ലോ നാം നന്മ ചെയ്യുന്നത്. ഇതാണ് ക്രിസ്മസ് നൽകുന്ന ഒരു സന്ദേശം. നന്മ ചെയ്യുക ഫലം പ്രതീക്ഷിച്ചിട്ടല്ല. നാം നന്മയുള്ളവരായതുകൊണ്ട് നമ്മുടെ നന്മയുടെ ശോഭ എല്ലായിടത്തും പ്രസരിപ്പിക്കണം. എവിടെ നാം ആയിരിക്കുന്നുവോ അവിടെ നന്മയുള്ളവരാകുക. മഹാരഥന്മാരൊക്കെ ലോകം മുഴുവൻ പ്രകാശം പരത്തിയവരാണ്. നമുക്കങ്ങനെയൊന്നും കഴിയണമെന്നില്ല, ചെറിയത് മതി. ഉള്ള മേഖലയിൽ പ്രകാശം പരത്തുവാൻ നമുക്കാകണം എന്നുള്ളത് ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അബൌട്ട് ദി വെർച്വൽ പ്രസൻസ്. വെർച്വൽ പ്രസൻസ് എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയാണ്. ശരിക്കുള്ള സാന്നിധ്യമല്ല, വെർച്വൽ ആയിട്ട്, അല്ലെങ്കിൽ ഓൺലൈൻ പ്രസൻസ് എന്നൊക്കെ പറയാം. ഈ ഓൺലൈൻ പ്രസൻസ് അല്ല വേണ്ടത്, റിയൽ പ്രസൻസ് ആണ് വേണ്ടതെന്ന് കാട്ടിത്തന്ന ഒരു പെരുന്നാളാണ് ക്രിസ്മസ്. ഈ ഡിജിറ്റൽ യുഗം വരുമോ എന്നൊന്നും അറിഞ്ഞിട്ടാവില്ല, ഒരുപക്ഷെ അറിഞ്ഞു കാണണം. അങ്ങ് വിദൂരതയിലിരുന്ന ദൈവം അവിടെ ഇരുന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചാൽ പോരാ, ഭൂമിയിലേക്ക് ഇറങ്ങി വരണം, മനുഷ്യരുമായി സംവദിക്കണം, സഹവസിക്കണം. ദ റിയൽ പ്രസൻസ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ ക്രിസ്മസ് നൽകുന്ന ഒരു ചിന്ത അതും കൂടെയാണ്. കൂട്ടുകാരിയുടെ പ്രയാസങ്ങൾ വാട്സാപ്പ് മെസ്സേജ് ആയിട്ടോ ഇൻസ്റ്റാ മെസ്സേജ് ആയിട്ടോ വരുമ്പോൾ ഒരു ഇമോജിയിൽ കഴിഞ്ഞു നമ്മുടെ താതാത്മ്യപ്പെടൽ. ചിലപ്പോ സങ്കടം കൊണ്ട് കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീരൊഴുകുന്ന ഇമോജി ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഇതാണ് ഈ ഡിജിറ്റൽ യുഗത്തിന്റെ പ്രത്യേകത. വിദൂരതയിലിരുന്ന് മനുഷ്യന്റെ ഭാവഭേദങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാതിരിക്കുന്ന ഒരു നിസ്സഹായത വളർന്നു വരുന്ന സമൂഹത്തിനുണ്ട്. റിയൽ പ്രസൻസിന്റെ പ്രാധാന്യം നിങ്ങൾക്കറിയുമോ? വേദനിക്കുന്ന ഒരാൾക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ നിങ്ങൾ 50 മെസ്സേജ് അയക്കുന്നതിനേക്കാൾ അയാളെ ഒന്ന് ചെന്ന് കണ്ട് ഒന്ന് പുറത്ത് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖമുണ്ടല്ലോ. ദുഃഖങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അത് പങ്കുവെച്ചാൽ പകുതിയാവും. സന്തോഷമോ പങ്കുവെച്ചാൽ ഇരട്ടിയാകും. അങ്ങനെയുണ്ട് കേട്ടോ. സന്തോഷം പങ്കുവെക്കുമ്പോൾ ഇരട്ടി സന്തോഷം കിട്ടും. ദുഃഖം പങ്കുവെച്ചാൽ ദുഃഖം കുറഞ്ഞ് പകുതിയായി. ഇവിടെയാണ് റിയൽ പ്രസൻസിന്റെ സാന്നിധ്യത്തിന്റെ പ്രത്യേകത. ദൈവം അങ്ങ് വിദൂരതയിൽ ഇരുന്ന്
മനുഷ്യരുമായി സംവദിച്ചിരുന്നപ്പോൾ ദൈവം മനസ്സിലാക്കി, ഇറങ്ങി വരണം, ജനമധ്യത്തിലേക്ക് ഇറങ്ങി വരണം, അവരെ ആശ്വസിപ്പിക്കണം, ധൈര്യപ്പെടുത്തണം, പ്രത്യാശ കൊണ്ട് നിറയ്ക്കണം. ചിലപ്പോൾ സാന്നിധ്യം മാത്രം ആശ്വാസം പകരും. ചില ദുഃഖവേളകളിൽ നിങ്ങൾ കൂട്ടുകാരികളുടെ അടുത്ത് പോകുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ഒരു ആശ്വാസം ഉണ്ടാകും. അതൊരു പക്ഷെ ആദ്യം കണ്ണുനീരായിട്ട് വന്നെന്നിരിക്കും. പിന്നെ പിന്നെ അവർ സാവധാനത്തിൽ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരും. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ വിദൂരതയിൽ സ്നേഹിച്ചാൽ പോരാ, നിങ്ങളുടെ സ്നേഹം അവർക്ക് നേരിട്ട് പകർന്നു കൊടുക്കണം. നിങ്ങളുടെ അധ്യാപകരെ മെസ്സേജിലൂടെ സ്നേഹിച്ചാൽ, ചില കുട്ടികളുണ്ട് മെസ്സേജൊക്കെ വായിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ് അവർക്ക്, നേരിട്ട് കാണുമ്പോൾ ഒരക്ഷരം മിണ്ടില്ല. അതല്ല, നേരിട്ട് സന്തോഷമോ ദുഃഖമോ ഒക്കെ പങ്കുവെക്കാനായിട്ട് കഴിയുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, അത് ക്രിസ്മസ് ഈ ആധുനിക യുഗത്തിന് തരുന്ന ഒരു സന്ദേശമാണ്. ബി പ്രസന്റ്, ദ റിയൽ പ്രസൻസ്. ഇത് രണ്ടാമതായിട്ട് ക്രിസ്മസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 3 മരങ്ങളുടെ കഥയാണ്. ഈ 3 മരങ്ങളെ കുറിച്ച് ഒരുമിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കഥ കേട്ടിട്ടില്ല. 3 നല്ല മരങ്ങൾ ഒരു കാട്ടിൽ ഇങ്ങനെ വളരുകയാണ്. അവരടുത്തടുത്താണ് നിൽക്കുന്നത്. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ പോലെ, ഒരു ബെഞ്ചിലിരിക്കുന്ന കുട്ടികളെ പോലെ ഈ 3 മരങ്ങൾ ഇങ്ങനെ വളർന്നു വരികയാണ്. ഒരു മരം ഒരിക്കൽ പറഞ്ഞു, എനിക്ക് വലുതാകുമ്പോൾ ഒരു തൊട്ടിലായിട്ട് തീരണം. തൊട്ടിൽ, മനസ്സിലായ? തൊട്ടിൽ എന്ന് പറഞ്ഞാൽ ഉണ്ട്. അപ്പൊ എന്നെ ആരെങ്കിലും വെട്ടിയെടുത്ത് ഒരു ഫർണിച്ചർ എന്തെങ്കിലും ഉണ്ടാക്കുമല്ലോ. അപ്പൊ ഒരു തൊട്ടിൽ പടുകയാണെങ്കിൽ എനിക്ക് ഇനി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ താരാട്ട് കേട്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ ആ പാൽപുഞ്ചിരിയൊക്കെ കണ്ട് അങ്ങനെ സുഖമായി ജീവിക്കണം. ഇതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ അടുത്ത് നിൽക്കുന്ന മരം പറഞ്ഞു, എൻ്റെ ആഗ്രഹം ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന മനോഹരമായ കപ്പലുകളുണ്ടല്ലോ, വലിയ കപ്പലൊന്നും ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, പക്ഷെ എന്നെ ഒരു ബോട്ടെങ്കിലും ഒന്ന് ആക്കാൻ പറ്റിയാൽ അതാണ് എൻ്റെ സ്വപ്നം. ഒരു ബോട്ട്, ഒരു വഞ്ചി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മരം കൊണ്ടുണ്ടാക്കുന്ന വഞ്ചി? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വെള്ളത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം, ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാം, അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാമല്ലോ. അതാണ് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞു. 3ാമത്തെ മരം പറഞ്ഞത്, എനിക്ക് ഇതുപോലൊരു പുൾപിറ്റ് ആവണം. വലിയ വലിയ മഹാന്മാര് വന്ന് നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ പുൾപിറ്റ് ഉണ്ടല്ലോ, എന്ത് ഭാഗ്യം ചെയ്തതാ. അപ്പൊ ഈ പുൾപിറ്റ് ഇവിടെ വന്ന് ഏതാണ്ട് 40 വർഷത്തോളം ആയി കാണും. എത്രയെത്ര മഹാത്മാക്കളുടെ അനുഗ്രഹീതമായ ശബ്ദം ഈ പുൾപിറ്റിനെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റിയാൽ എനിക്ക് അതാണ് ഇഷ്ടം. 3 ആൾക്ക് 3 തരം ഇഷ്ടങ്ങളാണ് അല്ലേ? ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മരം വെട്ടുകാരൻ മല കയറി വന്നു, ഈ 3നെയും വെട്ടിയെടുത്തു. ഇനിയാണ് അവരുടെ സ്വപ്നങ്ങൾ. നിർഭാഗ്യവശാൽ 1ാമത്തെ മരം കൊണ്ട് ഉണ്ടാക്കിയത് എന്താണെന്ന് അറിയാമോ? ഒരു തൊഴുത്ത്. ആഗ്രഹിച്ചത് എന്താണ്? ഒരു തൊട്ടിലുണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചു. ഒരു തൊഴുത്ത ഉണ്ടാക്കിയത്. വല്ലതും പറയാൻ പറ്റുമോ? എന്റെ സ്വപ്നം ഇതായിരുന്നു, അതുകൊണ്ട് തൊഴുത്തുണ്ടാക്കരുതെന്ന് പറയാൻ പറ്റുമോ അതിന്? ഇല്ല. നിങ്ങൾ ഓർത്ത്, നിങ്ങൾക്ക് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എവിടേക്കാണ് വന്നു ചേരുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഒരു തൊഴുത്തുണ്ടാക്കി. 2ാമത്തെ മരം വെട്ടി കപ്പലൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു വഞ്ചി ഉണ്ടാക്കി. ഏകദേശം ആഗ്രഹത്തിന്റെ അടുത്ത് എത്തിയില്ലേ? ബോട്ട് പറ്റിയില്ലെങ്കിലും ഒരു ചെറിയ വഞ്ചി ഉണ്ടാക്കി. 3ാമത്തെ മരത്തിന്റെ കാര്യമാണ് കഷ്ടം. അതുകൊണ്ട് നോക്കിയപ്പോ നല്ല ഉറപ്പുള്ള മരമാണ്. ഇത് നമുക്ക് വെട്ടിക്കേട് വരുത്തണ്ട എന്ന് വിചാരിച്ച് ആ മരം കൊണ്ടൊരു കഴുമരം ഉണ്ടാക്കി. കഴുമരം എന്ന് പറഞ്ഞാൽ ആളെ കൊല്ലാനായിട്ട് തൂക്കിയിടുന്ന മരം. കേട്ടിട്ടില്ലേ കഴുമരം എന്ന്? അങ്ങനെ ഒരു സാധനമുണ്ട്, കഴുമരം.
ഈ കഴിമരത്തിൽ ആളെ തൂക്കിക്കൊല്ലാനായിട്ട് ജഡ്ജിമാര് വിധിക്കും. ഞാൻ കേട്ടിരിക്കുന്നത് അത് വിധിച്ചു കഴിഞ്ഞാൽ ആ പേന ഒടിച്ചു കളയത്രേ. കാരണം ഈ പേന കൊണ്ട് ഇനി ആരെയും കൊല്ലാനായിട്ട് വിധിക്കേണ്ടി വരരുതേ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ ക്ലാസ്സിലൊരിക്കൽ പറഞ്ഞു, ഈ വധശിക്ഷ കാത്ത് ഇരിക്കുന്ന ആളുകൾ കുറേയുണ്ട്, പക്ഷെ ആരെയും കൊല്ലാൻ പറ്റുന്നില്ല. കാരണം ഈ കൊല്ലാനുള്ള ആരാച്ചാർ എന്നാണ് അവർ പറയുക. ആരാച്ചാർ ആ തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ്. നല്ല ശമ്പളമുണ്ട്, പക്ഷെ ആരും അതിലേക്ക് വരുന്നില്ല, അപ്ലൈ ചെയ്യുന്നില്ല. 5 ലക്ഷം രൂപയാണ് അത്ര ഒരാളെ തൂക്കിക്കൊന്നാൽ. അത്രയും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്റെ ക്ലാസ്സിലൊരു കുട്ടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് നോക്കാം. ഇങ്ങനെ ഒരു കഴിമരം ഉണ്ടാക്കി. ഒരു ദിവസം ആ സത്രത്തിലേക്ക് നിറഞ്ഞ വയറോടുകൂടി പൂർണ്ണഗർഭിണിയായ ഒരു സ്ത്രീ അവിടെ വരികയാണ്. ഭർത്താവും കൂടെയുണ്ട്. സത്രങ്ങളിലൊക്കെ മുട്ടി വിളിച്ചു, ആരും കേൾക്കാനില്ല, വാതിൽ തുറന്നില്ല. ഒടുവിൽ ഇവർ ഈ തൊഴുത്തിൽ വന്നു കിടന്നു. ഈ പൂർണ്ണഗർഭിണിയായ സ്ത്രീയും ഭർത്താവും. അന്ന് ആ അമ്മ പ്രസവിച്ചു. അതാണത്രേ ക്രിസ്മസ്. തൊഴുത്ത് നിർമ്മിച്ച മരം ആഹ്ലാദിച്ച് ആനന്ദിച്ചു. കാരണം അമ്മയുടെ താരാട്ടുപാട്ടിനൊപ്പം സ്വർഗത്തിലെ മാലാഖമാരുടെ താരാട്ടുപാട്ടുകളാണ് തൊഴുത്തിൽ മുഴങ്ങുന്നത്. ജന്മം സഫലമായി. ആഗ്രഹിച്ചതുപോലെ അപ്പോൾ നടന്നില്ലെങ്കിലും പിന്നീട് അത് സംഭവിച്ചു. തൊഴുത്തൊരു തൊട്ടിലായി മാറി. നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഏത് വിധത്തിലാണ് നിങ്ങൾ എത്തിപ്പെടുന്നതെങ്കിലും അതിൽ നിന്ന് നിങ്ങളെ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നയിക്കുവാൻ ഒരു ശക്തിയുണ്ട് മക്കളെ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഉടനെ നടന്നില്ലെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങളെ സംവിധാനം ചെയ്യുവാനായിട്ട് നമ്മുടെ പുറകിൽ ഒരു നിയന്ത്രിത ശക്തിയുണ്ട്. അത് ഓർക്കണം. വെറും തൊഴുത്തായപ്പോൾ നിസ്സഹായനായി നിരാശനായി നിൽക്കാം. പക്ഷേ ഒരു വേള വന്നു, അതിമനോഹരമായ ഒരു കാലിത്തൊഴുത്തായിട്ട് അത് മാറുന്നു. ക്രിസ്തു അവിടെ ജനിക്കുന്നു. പിന്നെ അവിടെ ബഹളമാണ്. മാലാഖമാരുടെയും വിജ്ഞാനികളുടെയും ആട്ടിടയന്മാരുടെയും ഒക്കെ സമ്മേളനമാണ്. ഞങ്ങളുടെ ആരാധനയിൽ, ക്രിസ്മസിന്റെ ആരാധനയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. മറിയം പറയുകയാണ് ദൈവത്തോട്, കുഞ്ഞിനെ മുല കൊടുക്കാനായിട്ട് ഈ മാലാഖമാരുടെ ചിറകൊന്ന് മാറ്റി വെക്കാൻ പറയുമോ? മാലാഖമാർ ഒന്നൊന്നായി വന്ന് അവിടെ ഇങ്ങനെ ഗാനങ്ങൾ ആലപിക്കുകയാണ് അത്രേ. കുഞ്ഞിന് മുല കൊടുക്കണ്ടേ വിശക്കുമ്പോഴ്? ഒരു മാർഗവുമില്ല. അപ്പോ മാലാഖമാരെ അയച്ച ദൈവത്തോട് മറിയാൻ പറയുകയാണ്, കർത്താവേ, പക്ഷമുയർത്തിടുവാൻ അവരോട് നീ കൽപ്പിച്ചിടണമേ. ഒന്ന് പറയണം മാലാഖമാരോട് ആ ചിറകൊന്ന് മാറ്റിത്തരാനായിട്ട്. എന്ത് മനോഹരമായ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ആ മരത്തിനുണ്ടായത്. നിങ്ങളും ഓർക്കുക, സ്വപ്നങ്ങൾ നിങ്ങൾ താലോലിക്കുന്നുണ്ടെങ്കിൽ ഒരു വേള അത് സഫലമാകും. നിങ്ങളുടെ മനസ്സിൽ ആഴമായി സ്വപ്നങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമായി തീരും, സംശയിക്കണ്ട. രണ്ടാമത്തെ മരത്തിനുണ്ടായത് കേൾക്കണോ? കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴാണ് ഈ കുഞ്ഞ് വളർന്നു വലുതായി ഒരു കടത്തീരത്ത് വന്നപ്പോൾ അവിടെ ഒരു മനുഷ്യൻ ഈ നേരത്തെ പറഞ്ഞ വഞ്ചിയുമായിട്ട് നിൽക്കുന്നുണ്ട്. ക്രിസ്തു ചോദിക്കുന്നുണ്ട്, എന്തേ നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന? മുഖം കണ്ട് വിഷമമുണ്ടല്ലോ. ഇന്ന് ഞങ്ങള് മീൻ പിടിക്കാൻ പോയി ഒന്നും കിട്ടിയില്ല. ഓഹോ, അപ്പൊ അതിനകത്ത് മീനൊന്നും ഇല്ല വഞ്ചിയിലല്ലേ? ഇല്ല. സൗകര്യമായി, സന്തോഷമായി. കാരണം എനിക്ക് പ്രസംഗിക്കാനായിട്ട് ഈ ആളുകളോട് അന്ന് മൈക്കൊന്നും ഇല്ലല്ലോ. ഞാൻ ഈ വഞ്ചിയിൽ കയറിയിരിക്കാം, അല്പം നീ വെള്ളത്തിലേക്കാണ്ട് ഇറക്കി കഴിഞ്ഞാൽ എനിക്ക് ആളുകളെ മുഖം കണ്ട് സംസാരിക്കാം. അല്പം ഒന്ന് ഈ വഞ്ചി ഇറക്കി തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ രംഗം ബൈബിളിലുണ്ട്. അവിടെ ഇരുന്ന് പറഞ്ഞ വിജ്ഞാന വചനങ്ങൾ, യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച ആ മരത്തിന് ലോകത്തിന്റെ മുഴുവൻ വിജ്ഞാനം വിളമ്പുന്ന ആ മനോഹര നിമിഷത്തിന് സാക്ഷിയാകാൻ കഴിഞ്ഞു. ഇതാണ് പുൾപിറ്റാകാനായിട്ട് ആഗ്രഹിച്ച രണ്ടാമത്തെ ആൾ. എന്താണ് ആഗ്രഹിച്ചത്? വഞ്ചിയാകാനായി ആഗ്രഹിച്ചു. മൂന്നാമത്തെ ആൾ ആഗ്രഹിച്ചത് പുൾപിറ്റാകാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ കഴിമരമായി മാറി. ഈ ക്രിസ്തുവിന്റെ അന്ത്യനാളുകളിൽ റോമാ സർക്കാർ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അന്ന് ഒരു
വെള്ളിയാഴ്ചയായിരുന്നു. നല്ല മരങ്ങൾ അന്വേഷിച്ച് നടന്നവർ ഈ കഴുമരം കണ്ടെത്തി. അതിലാണത്രേ ക്രിസ്തുവിനെ തൂക്കിയത്. 2 മരം ഇങ്ങനെ ചേർത്ത് വെച്ച് അതിലാണ് തൂക്കിയിട്ടത്. അത് കഴുമരം എന്ന് അന്ന് പറഞ്ഞിരുന്നു. പിന്നീട് അതിനെ കുരിശ് എന്ന് പറയാൻ തുടങ്ങി. ആ കുരിശിൽ ഈ ലോകത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഉദയം ചെയ്ത അവതാരത്തെ കഴുമരമേറ്റി. ആ കുരിശാണ് ഇന്ന് ലോകം മുഴുവൻ പ്രസംഗപീഠമായി മാറിയത്. അവിടെ കിടന്ന്, ആ കുരിശിൽ കിടന്നുകൊണ്ട് ലോകനാഥൻ പറഞ്ഞ ചില വാക്കുകളുണ്ട്, വചനങ്ങളുണ്ട്. ഒന്നാമത്തെ യഥാർത്ഥ പുൾപിറ്റും അത് തന്നെയാണ്. ആ ശബ്ദം ലോകം മുഴുവൻ മുഴങ്ങി. ഇവിടെ നാം പറയുന്ന വാക്കുകൾ ഒരു ഓഡിയൻസിന് മാത്രമേ കേൾക്കുന്നുള്ളൂ എങ്കിൽ കുരിശിൽ കിടന്ന് പറഞ്ഞ വചനങ്ങൾ ലോകം മുഴുവൻ കേട്ടു. അനുയായികൾ ആ ശബ്ദം എല്ലായിടത്തും എത്തിച്ചു. ആഗ്രഹിച്ച പോലെ ഒരു പുൾപിറ്റാകുവാനായിട്ട് ആ മരത്തിന് കഴിഞ്ഞു. ഓർക്കുക, ഞാൻ ഈ കഥ പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിലുള്ള ചില സ്വപ്നങ്ങൾ ഉടൻ തന്നെ യാഥാർത്ഥ്യമായില്ലെങ്കിലും ഒരു നാൾ യാഥാർത്ഥ്യമാകും. എങ്ങനെ? നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ ഉപരിയായ സന്തോഷം നിങ്ങൾക്ക് തന്നുകൊണ്ട്. ഇതാണ് ക്രിസ്മസ്. ഇതാണ് പ്രത്യാശയുടെ ക്രിസ്മസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രതീക്ഷകളെ അതിജീവിക്കുന്ന മനോഹര നിമിഷം. ഇതിന്റെ ഓർമ്മയാണ് നാം പുതുക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ക്രിസ്മസിന്റെ യഥാർത്ഥ മുഖവും ഭാവവും തിരിച്ചറിയാനെങ്കിലും നമുക്ക് സാധിക്കണം. ആധുനിക ലോകത്തിൽ പല സംവിധാനങ്ങളിലൂടെ ക്രിസ്മസിന്റെ യഥാർത്ഥ മുഖം അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പെരുന്നാളിൽ, ഈ ആഘോഷത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ചില സനാതന സത്യങ്ങളും മൂല്യങ്ങളുമുണ്ട്. അത് തിരിച്ചറിയുക. എനിക്ക് സമാപിപ്പിക്കുമ്പോൾ പറയാനുള്ളത്, ബി ദ റിയൽ പ്രസൻസ്. വേദനകളെ തൊട്ടറിയുവാൻ കഴിയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. ട്രാൻസെൻഡന്റ് ആയ ദൈവം ഇമ്മനന്റായി, അങ്ങ് വിദൂരത്തിലായ ദൈവം അവതരിച്ചു. ഈ സങ്കല്പം മിക്കവാറും മതങ്ങളിലുണ്ട്. മനുഷ്യരുമായി സഹവസിക്കുന്ന ദൈവസങ്കല്പം. ഇതുപോലെ നമുക്കും റിയൽ പ്രസൻസ് ആകാം. ഡിജിറ്റൽ പ്രസൻസിനുപരിയായി, വെർച്വൽ പ്രസൻസിനുപരിയായി റിയൽ പ്രസൻസ് ആയി മാറുവാൻ നമ്മുടെ ചെറിയ ജീവിതം കൊണ്ട് കഴിയട്ടെ എന്നും, നമ്മുടെ സ്വപ്നങ്ങൾ ആഗ്രഹിച്ചതിലുപരിയായി യാഥാർത്ഥ്യമാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ഭാവി നേർന്നുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് അതിൻ്റെ എല്ലാ മംഗളങ്ങളും സന്തോഷവും ആശംസകളും നിങ്ങളെ അറിയിക്കുന്നു. പുതിയ വർഷത്തിൽ ഒരു പുതിയ അനുഭവത്തോടുകൂടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അല്പസമയം എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എൻ്റെ സ്നേഹം തരുന്നു. ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Happy and Merry Christmas to all and a prosperous New Year. Thank you.